ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും. അതായത് സ്വന്തം സിനിമാ സെറ്റില് കഞ്ചാവ് പോലീസ് റെയ്ഡ് ചെയ്ത് എക്സൈസ് പിടിച്ചപ്പോ അത് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയി നിവിൻ പോളി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഇറങ്ങിപ്പോയത് തെറ്റാണെന്നും കഞ്ചാവിനെ പോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ലിസിൻ സ്റ്റീഫൻ പറയുന്നത് എന്നാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. ആരുടെയും പേര് വ്യക്തമാക്കാതെ ആളൊരു പോസ്റ്റ് ഇട്ടു. പക്ഷെ പോസ്റ്റ് ഇട്ട് 10 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിവിൻ പോളി അങ്ങ് തിരിച്ചു അൺഫോളോ ചെയ്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മലയാളികൾ കൃത്യമായി കാര്യം മനസ്സിലാക്കി. പിന്നെ ലിസിൻ സ്റ്റീഫന്റെ അടുത്ത സിനിമ ഏതാണ് വരാൻ പോകുന്നതെന്നും ഷൂട്ട് നടക്കുന്ന സിനിമ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാലോ. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയപ്പോൾ നിവിൻ പോളിയാണ് എന്ന് കണ്ടെത്തി. കൊള്ളാം. എന്തിനാണ് നിവിൻ പോളി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ തന്നെ പരിശോധിക്കാം. എന്തായാലും ന്യൂസില് നിവിൻ പോളി തന്നെയാണ് അത് എന്ന് നമ്മളായിട്ട് പറയണ്ട, ചാനലുകാർ പറയുന്നത് കേൾക്കാം. ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിവിൻ പോളിക്കെതിരെ പേര് പറയാതെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിസ്റ്റിന്റെ ഈ ചിത്രത്തിൽ നിവിനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, നായക വേഷത്തിലുള്ളത്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടും വളരെ കുറച്ച് ദിവസമാണ് നിവിൻ ഈ സെറ്റിൽ ചെന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയൊക്കെ ഉണ്ടായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് സമയവുമായി ബന്ധപ്പെട്ടൊക്കെ. തുടർന്ന് ഒരാഴ്ച തനിക്ക് അവധി വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ലിസ്റ്റിന് എടുത്ത നിലപാട്. ഇതേ തുടർന്ന് നിവിൻ പിന്നെ ഈ സിനിമയുടെ സെറ്റിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ ചിത്രീകരണം തുടങ്ങിയിരുന്നില്ല. ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങളൊക്കെ സംവിധായകനും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു നിവിൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ. ഓഹോ, അപ്പൊ സ്റ്റീഫനെ പറ്റിച്ചുകൊണ്ട് വേറൊരു സിനിമയിൽ പോയി അഭിനയിക്കാൻ വേണ്ടി 7 ദിവസം ലീവ് ചോദിച്ചത്രേ. ഈ ലീവ് ചോദിച്ച് മറ്റൊരു സിനിമയിൽ പോയിട്ട് അഭിനയിച്ചതാണ് അത്ര തെറ്റ് പറ്റിയത് എന്നാണ് ന്യൂസ് ചാനൽ പറയുന്നത്. ഓക്കെ, അതൊക്കെ വളരെ മോശമായി പോയിട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ കരാറൊക്കെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? കരാർ അടിസ്ഥാനത്തിലല്ലേ പണിയെടുക്കുന്നത്. ആ പണിയെടുക്കാത്ത അവസ്ഥയിൽ ശമ്പളം കട്ട് ചെയ്താൽ പോരെ? പിന്നെ സിനിമ തുടങ്ങിയതിന് ശേഷമാണോ സിനിമയിലെ കഥ ഇഷ്ടപ്പെട്ടില്ല മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നത്? ഒരു പക്ഷെ അത് ഏത് നടനാണ് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. സംവിധായകനും എഴുത്തുകാരനും പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ആ തൊഴിലാളിയുടെ, അഭിനേതാവിന്റെ മെയിൻ തൊഴിൽ. അത് ചെയ്യുക. പിന്നെ പ്രൊഡ്യൂസർക്കും പൈസ ഇറക്കുന്നത് കൊണ്ട് സംസാരിക്കാനുള്ള എല്ലാ വോയിസും ഉണ്ട്. ഇതാണ് കാരണമെങ്കിൽ അത് നിവിൻ പോളി ചെയ്തൊരു വലിയ ഊളത്തരാണ് നമുക്ക് പറയാം. പക്ഷേ നമുക്ക് മറുനാടനിൽ വന്ന ഒരു ന്യൂസ് ഉണ്ട്. കഞ്ച എന്നൊക്കെ പറയുന്നത് ഒന്ന് കേട്ടോ എന്തായാലും. ലിസ്റ്റൻ സ്റ്റീഫന്റെ ഒരു ചിത്രം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഈ സെറ്റിലെ സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും എക്സൈസ് കഞ്ചാവ് പിടികൂടി. അങ്ങനെ കഞ്ചാവ് പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ നടൻ തയ്യാറാകാതെ വീട്ടിൽ പോയി. ധാർമ്മികത പറഞ്ഞായിരുന്നു ഇത്. ഇങ്ങനെ പോയ നടൻ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് ലിസ്റ്റിനെ ചോദിപ്പിച്ചത്. എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ലിസ്റ്റിൻ തന്റെ സെറ്റിലുള്ളവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അത്തരമൊരു നിർമ്മാതാവാണ് നടനെ പരസ്യമായി തള്ളി പറയുന്നത്. ലിസ്റ്റിന്റെ ഈ സിനിമയിൽ കുഞ്ചാക്ക ബോബൻ അഭിനയിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. കുഞ്ചാക്ക ബോബൻ അവസാന നിമിഷം പിന്മാറിയത്രേ. ഇതോടെ ഈ നടനെ നിർബന്ധിച്ച് കൊണ്ടുവരികയായിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ അഭിനയിക്കാനായി സെറ്റിലെത്തി. ഇതിനിടയിലാണ് തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് എക്സൈസ് ഇരച്ചു കയറിയത്. ബുക്ക് രൂപത്തിലുണ്ടാക്കിയ പെട്ടിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഈ കഞ്ചാവ് സിനിമാ സെറ്റിലുള്ളവർക്ക് വിതരണം ചെയ്യാനാണെന്ന് പോലും വാദമെത്തി. എന്നാൽ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു. എവിടെ നിന്ന് കഞ്ചാവ് അയാൾക്ക് കിട്ടിയെന്ന് പോലും എക്സൈസ് അന്വേഷിച്ചില്ല. ജാമ്യം കൊടുത്ത് വിട്ട് അയക്കുകയും ചെയ്തു. ഇതോടെയാണ് നിവിൻ പോളി മടുത്തു മടങ്ങിയത്. കേട്ടില്ലേ? ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഇനി സത്യമാണെങ്കിൽ നിവിൻ പോളി ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കാൻ തന്നെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. മലയാള സിനിമയിലെ ഒരുപാട് നടന്മാർ ഇതിനോടകം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സംവിധായകരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ട സംവിധായകരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂ ജനറേഷൻ പിള്ളേർ സിനിമാ നടന്മാരെയും കൂടി കണ്ടു. ഖാലിദ് റഹ്മാനെ പിടിച്ച സമയത്ത് അടിയിൽ കമന്റ് ലുക്കുമാൻ അവറാൻ, അതേപോലെ തന്നെ സ്ഥിരം പുള്ളി അതായത് നമ്മളുടെ ശ്രീനാഥ് ബാസിം കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പാട്ടുകാരൻ ഡാബ്സി കമന്റ് ഇട്ടിട്ടുണ്ട്. നെസ്ലൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അവരൊക്കെ അടിപൊളി എന്ന രീതിയിൽ അതായത് ഒരു പോസ്റ്റ് ഇട്ടതാ. ഇനിയും വിളിക്കണം എന്ന് പറയുന്ന പോസ്റ്റിനെ നല്ല അടിപൊളി സപ്പോർട്ട് ഇട്ട് കൊടുത്തു. അതാണ്. അപ്പൊ ഈ ജനറേഷനിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗഞ്ച യൂസ് ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട.
നിവിൻ പോളിയുടെ വിഷയത്തിൽ നിവിൻ പോളി ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ആ ഒരു സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം പോലീസുകാർ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. അതായത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, കഞ്ചാവ് വലിച്ച് അഭിനയിക്കുന്ന ആളുകളെ കൂടെ അഭിനയിക്കില്ല എന്നൊക്കെ തീരുമാനം എടുത്തപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റീഫൻ ചീത്ത പറഞ്ഞത്രേ. അപ്പൊ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് മറുനാടൻ പറയുന്നത്. ഓക്കെ, എന്തായാലും പൈസ ഒരുപാട് കുമിഞ്ഞു കൂടുമ്പോൾ ഈ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നൊക്കെ പറയും പല ആളുകളും. അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല കയ്യിൽ പൈസ കിട്ടുമ്പോൾ ആളുകൾ, നിവിൻ പോളിയുടെ കാര്യമില്ലട്ടാണ് പറയുന്നത്, ഒരുപാട് നടന്മാരൊക്കെ അത്തരം ലഹരികളിലേക്ക് അടിമപ്പെടുന്നത് നമ്മൾ ഇഷ്ടം പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ലഹരിക്കെതിരെ സംസാരിക്കേണ്ടവർ പോലും ഈ ലഹരിയെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത് വിൽപ്പന നടത്തുമ്പോൾ കണ്ണടച്ചുകൊണ്ടിരിക്കുക. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് ആളുകൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നടി വിൻസി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം പറഞ്ഞു. അത് ഒരു ദിവസമാകുമ്പോഴേക്കിനും തിരുത്തുകയും പിന്നീട് ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി ചെയ്തതുപോലെ ആവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടില്ല എന്നുള്ള ഭയമാണ്. എന്തായാലും സാന്ദ്ര തോമസ് ഇപ്പോ സ്റ്റീഫനെ പിടിച്ച് പുറത്താക്കണം, ലിസൺ സ്റ്റീഫനെ അസോസിയേഷനെ, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമാക്കരുത്, പുറത്ത് കളയണം എന്നാ പറയുന്നത്. ഏതാണോ നടൻ ആ നടന്റെ പേര് പറയുക, മറ്റുള്ള എല്ലാ നടന്മാരെയും വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് ആക്കരുത്. നിരന്തരമായിട്ട് ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ്. നിവിൻ പോളിയാണ് എന്ന് ന്യൂസ് 18 പറയുന്നു. അതുപോലെ തന്നെ ഇതാ മറുനാടനിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഏതാണ് എന്താണ് ശരിയെന്നൊക്കെ വരും ദിവസങ്ങളിൽ ലിസിൻ സ്റ്റീഫൻ തന്നെ തുറന്ന് പറയേണ്ടി വരും. ഇനി അല്ലെങ്കിൽ നിവിൻ പോളി ആണെങ്കിൽ നിവിൻ പോളി നല്ല അടിപൊളിയാ, അയാൾ ഇപ്പോൾ പോസ്റ്റ് ഇടും. പോസ്റ്റ് ഇതുവരെ വന്നിട്ടൊന്നുമില്ല, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കത് കാത്തിരുന്ന് കാണാം. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഇത്തരം രീതിയിലുള്ള കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നല്ല വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ജനറേഷൻ പരമാവധി ഇതിന് അഡിഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ വീടിന്റെ ചുറ്റളവിൽ, ഇപ്പം നിങ്ങളുടെ വീടിന്റെ ചുറ്റളവിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ എന്തോ ഇഞ്ചക്ഷൻ വെച്ചിട്ടോ ആ സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പയ്യൻ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചുറ്റിലുണ്ട്, ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഇത് കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് തുടച്ചു നീക്കി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിഷയമാണ്. പക്ഷെ ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറങ്ങി പോരാ, ചെറിയ രീതിയിലുള്ള പിഴ ഈടാക്കാം, അത് ഖജനാവിലേക്ക് എത്തും. ആ ഒരു ഖജനാവിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു പിഴയുടെ പേരിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എങ്ങനെയെങ്കിലും ഖജനാവ് നിറച്ചാൽ മതി എന്നുള്ള. ഓൾറെഡി നിങ്ങൾ ഖജനാവ് നിറയ്ക്കാൻ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നതിന്റെ അപ്പുറത്തേക്ക് നികുതി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കാണ് ഇനി ലഹരിയും കൂടി വിൽപ്പന നടത്തിയിട്ട്. എന്നിട്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ബീവറേജ് കോർപ്പറേഷനുകളാണ് ഇപ്പോൾ IT പാർക്കുകളിലും മദ്യം ഒഴുകിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ മദ്യം ഒരു സൈഡിൽ കൂടെ ഒഴുക്കിയിട്ടാണ് ഇപ്പുറത്ത് കൂടെ ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, വലിയ തമാശയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഓക്കെ, വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.